ദുബായ് നഗരത്തിലെ റോഡുകളിൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾ ഓടിക്കാൻ 3 കമ്പനികൾക്ക് അനുമതി നൽകിക്കഴിഞ്ഞു. ഡ്രൈവറില്ലാ വാഹനങ്ങൾ വികസിപ്പിക്കുന്ന കമ്പനികളുടെ വലിയ ഉച്ചകോടി നടക്കുന്നുണ്ട് ദുബായിൽ. അതിൻ്റെ വിശേഷങ്ങളുമായി ചേരുന്നു അക്ഷയ് പേരാവ്. ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പുതിയൊരു ലോകം തുറക്കുകയാണ് ദുബായ്. വേൾഡ് കോൺഗ്രസ് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട്. ആറ് സീറ്റുകളുള്ള ഒരു കുഞ്ഞൻ റോബോ ബസ്സാണ്. നമുക്ക് എങ്ങോട്ടാണോ പോവേണ്ടത് അങ്ങോട്ടേക്ക് ജസ്റ്റ് കയറി കഴിഞ്ഞ് എവിടെയാണോ എത്തേണ്ടത് അവിടെ കൃത്യമായി കൊണ്ടേ നമ്മൾ എത്തിക്കും. ആ ഒരു രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഫുള്ളി ഓട്ടോണമസ് ആണ്. ഇതൊരു പിക്സ് മൂവിംഗ് റോബോ ബസ്സാണ്. നമുക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പാർക്കുകളിലും ഒക്കെ സഞ്ചാരികളെയും കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞൻ ബസ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റോബോ കാർ? It is L4 autonomous driving with 6 seats and with very nice, well-looking design and interior design, and also everything fitting to provide a more immersive and enjoyable private riding experiences. We can operate in parks and entertainment parks and touristy sites to provide a very comprehensive view for the riders. ദുബൈയിൽ വരാൻ പോകുന്ന എയർ ടാക്സികൾ എങ്ങനെയായിരിക്കുമെന്ന് വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി സന്ദർശകരെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്കിവിടെ കാണാം ആളുകൾ എത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു എയർ ടാക്സിയുടെ ഈ ഒരു രൂപത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത്. ജോബി ഏവിയേഷനും അതുപോലെ തന്നെ ദുബായ് RTAയും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ദുബൈയിൽ എയർ ടാക്സികൾ വരാൻ പോകുന്നത്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് എയർ ടാക്സീസ്? Sure. We're an all-electric vertical takeoff and landing air taxi designed for going within cities. So specifically, let's say the Marina to Dubai Airport. It's 6 propellers in 4 passengers and a pilot, and it takes off and lands vertically, and then the propellers tilt forward and it flies on the wing, so that it's very energy efficient. And we're all electric, so it's very quiet, it's very efficient, and it's very good. It's much better for the environment. So our launch market is Dubai. That's where we're announcing that we're starting the service the first. We will go to other cities around the world after that. But we are currently testing in the desert in Dubai, just south of here. And the government of Dubai is very excited. They've been really wonderful partners, and they're excited for us to bring the service to the city. ഇതാണ് UAEയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ എയർ ടാക്സികൾ. 2 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ 4 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഫ്യൂച്ചർ ടാക്സികളുണ്ട്, എയർ ടാക്സികളുണ്ട്. മികച്ച ഫീച്ചറുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു കപ്പിത്താനുമില്ലാതെ കടലിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കാൻ കഴിയുന്ന ഒരു ഓട്ടോണമസ് ബോട്ടാണ് ഈ കാണുന്നത്. ദുബൈയുടെ ഫ്യൂച്ചറാണ് ഈ ഒരു ബോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Actually, we are very happy that we are contributing to the future, and we are using AI nowadays. So, because we have to, we have to contribute to what's happening in the future. So, I'm very happy that we are using this technology, and we reach this technology. So basically we are university students and we're working also in research in the AI field. Personally I have research in robotics and AI. So this is basically for me to come and have insights on the experience here and what's going in the future. പൂർണ്ണമായി ഡ്രൈവർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു റോബോ ബസ്സാണിത്. നാളെ ദുബൈയിൽ ഇത് കാണാനുള്ളതാണ്. ദുബായ് RTA ആണ് ഇത് അവതരിപ്പിക്കുന്നത്. V-Ride എന്നൊരു കമ്പനിയുമായി സഹകരിച്ചുകൊണ്ടാണ് ദുബായ് RTA ഇങ്ങനൊരു റോബോ ബസ്സിനെ ദുബായ് വേൾഡ് കോൺഗ്രസിൽ, സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിളിനുള്ള വേൾഡ് കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ഈ വാഹനത്തിന് നിരീക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം സെൻസറുകൾ ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലും ഈ ഒരു വാഹനത്തിനില്ല. V-Ride ആണ് ഈ ഒരു വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത്.
ഈ ഒരു വാഹനത്തെ വേൾഡ് ഫസ്റ്റ് ഫുള്ളി ഡ്രൈവർലെസ് റോബോ ബസ് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തെ ഈ വി റൈഡ് വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 10 രാജ്യങ്ങളിലായി 30-ലധികം സിറ്റികളിൽ കഴിഞ്ഞ 3 വർഷമായി ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 40 കിലോമീറ്റർ വേഗതയിൽ 200 കിലോമീറ്റർ റേഞ്ചിൽ ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയും. ഞങ്ങളിപ്പോൾ VR ഇവിടെ യൂസ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഏരിയൽ ടാക്സി ഫ്യൂച്ചറിലേക്ക് ഇതൊക്കെ വരും എന്നുള്ള ഒരു നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫീലുണ്ട്. നല്ല ദുബായ് ഒരു വേൾഡ് ഹബ്ബ് ആണെന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇനി ഇംപ്ലിമെൻ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ അതിലേക്ക് നമുക്ക് യൂസ്ഡ് ആവും. പക്ഷേ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെന്തോ നമ്മൾ ഈ സൈഫൈയിലൊക്കെ കാണുന്ന പോലെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം. അടിപൊളി എക്സ്പീരിയൻസ്. അവർ ഓൾറെഡി ഇത് ട്രൈ ചെയ്തു. എക്സ്പീരിയൻസ് എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇവർ ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരു RTA താങ്ക്സ്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവർ ചെയ്യുന്നതൊക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വിദ്യാർത്ഥികളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ ഒരു ദുബൈയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് നേരിൽ കാണാൻ വേണ്ടി. ഹായ്, എന്താ പേര്? അയാൻ. ഇവിടെ പഠിക്കണോ? അതെ, ഇപ്പം മെർലാൻഡാണ് പഠിക്കുന്നത്, അബുദാബിയിൽ. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഇത് അനുഭവിക്കുന്ന സമയത്ത്? അത് ഇതൊരു ഭയങ്കര എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കോൺസെപ്റ്റ് ഒക്കെ കാണാം, കുറേ പ്രൊഡക്ഷൻ കാർക്ക് കാണാം. ഒരു ഹോപ്പ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ നിയർ ഫ്യൂച്ചറിലോട്ട് പോകുമ്പം ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. അതെ. ഡ്രൈവറില്ല കാറുകളിലെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കമ്പനികൾ ഒന്നിക്കുന്ന ദുബൈയിലെ വേൾഡ് കോൺഗ്രസ്സിൽ മലയാളി കമ്പനികളുമുണ്ട്. അതിലൊരു മലയാളി കമ്പനിയാണ് റോഷ് AI അല്ലേ? എവിടെയാണ് നാട്ടിലെ? ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആണ്. ഡ്രൈവർലെസ് സോഫ്റ്റ്വെയർ, ഡ്രൈവർലെസ് ഹാർഡ്വെയർ എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങളിവിടെ ഉള്ള ഗവൺമെൻറ്റൽ അതോറിറ്റീസിനെല്ലാം ഡ്രൈവർലെസ് സിസ്റ്റംസിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ടെക്നോളജി സപ്ലയറാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലീറ്റ്സ്, ട്രക്സ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, സീ പോർട്ട്സിൽ ഓടുന്ന എയർപോർട്ട്സ്, മൈനിങ് ഓപ്പറേഷൻസ്, ഇൻഡസ്ട്രിയൽ യാർഡ്സ്, ഇവിടെല്ലാം ഉള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഓട്ടോണമി സിസ്റ്റംസാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. പൂർണ്ണമായി ഓട്ടോണമസായി പ്രവർത്തിക്കുന്ന ഒരു റോബോ സ്വീപ്പറാണ് ഈ കാണുന്നത്. സെൻസറുകളാണ് ഇതിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്. ഒരു നഗരത്തെ വൃത്തിയാക്കാൻ മറ്റാരുടെയും സഹായമില്ലാതെ ഈ ഒരു റോബോ സ്വീപ്പറിന് കഴിയും. 20 കിലോമീറ്റർ സ്പീഡിൽ വരെ സഞ്ചരിച്ച് റോഡും മറ്റും വൃത്തിയാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നാളത്തെ ലോകം എങ്ങനെയാണെന്ന് കാട്ടിത്തരികയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ക്യാമറമാൻ യാസിർ അർഫാത്തിനൊപ്പം അക്ഷയ് പേരാവും, മീഡിയ.